Superstar Senior, powered by Malabar Gold and Diamonds and Easter. ഈ എപ്പിസോഡിലെ 2 പെർഫോമൻസസും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നത് ആ ഒരു എലിമിനേഷൻ അല്ല, സെലക്ഷൻ പ്രോസസ്സിലേക്കാണ്. അപ്പൊ എല്ലാരും വിളിക്കട്ടെ. ഓക്കെ, അപ്പോ എല്ലാ കണ്ടസ്റ്റന്റ്സും എത്തി. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ടോപ്പ് 5-നെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ആരാണ് ആ 5th പൊസിഷൻ? നമ്മള് എപ്പോഴത്തെയും പോലെ അങ്ങനെ ഭയങ്കര വലിയ ഡ്രാമയോ കാര്യങ്ങളോ ഇതൊന്നുമില്ല. നമ്മള് ഫിൽറ്ററിംഗ്, ഏതൊരു റിയാലിറ്റി ഷോയിലും ഒരു ഫിൽറ്ററിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഷെഡ്യൂളിലെ ടോപ്പ് 5. പാറു പറഞ്ഞാണ് കറക്ഷൻ. എലിമിനേഷൻ പ്രോസസ് അല്ല, സെലക്ഷൻ പ്രോസസ്. സൂപ്പർ സ്റ്റാറിന്റെ ആരാണ് സൂപ്പർ സ്റ്റാർ അതിലേക്കുള്ള ഒരു സെലക്ഷൻ പ്രോസസ്. അപ്പം ടോപ്പ് 5-ല് 5th പൊസിഷനിലുള്ളത് അർച്ചന. സെക്കൻഡ് പൊസിഷൻ. ഇപ്പൊ 5th പൊസിഷൻ. കുഴപ്പമില്ല, അർച്ചനയ്ക്ക് ഇപ്രാവശ്യം ശബ്ദം ശരിയില്ല, ടോപ്പ് 5-ൽ എത്തിയല്ലോ. വലിയ കാര്യമില്ല. പക്ഷേ സർപ്രൈസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ പറയണം, സർപ്രൈസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി 4th പൊസിഷൻ. സ്നേഹ. ഉണ്ടായിരുന്നില്ലേ? തേർഡ്. ഓക്കെ. ഇനി തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷനിൽ എത്തിയത് ഒരു സകലകലാ വല്ലഭനാണ്, അശ്വിൻ. ഓ, ഇതിന്റെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ മാറ്റൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സ്വന്തം ശുരു കരോ. കഴിഞ്ഞ 2 ഷെഡ്യൂളൊക്കെ പിന്നെ ഫസ്റ്റ് വന്ന ആളാണ്. എന്ത് പറ്റി ഇത്തവണ സെക്കൻഡ് ആയി പോയത്? പുതിയ ന്യൂ ടൈപ്സ് ഓഫ് സോങ് ആയിരിക്കും, അതിന്റെ കാരണം ആ ഒരു ന്യൂനെസിന്റെ കാരണമായിരിക്കും, ആ ഒരു ലേണിംഗ് ഒരു ഡ്രോപ്പ് വന്നതായിരിക്കും. പക്ഷെ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യും. കുഴപ്പമില്ല, ഇല്ല, അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഇനിയും വർക്ക് ഹാർഡ് ചെയ്യാം. എനിക്ക് ഒരു കാര്യം തോന്നുന്നു ശരത്, ഇപ്പം യശ് മനോഹരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പാടി, നമ്മളെല്ലാരെയും ഒരുപാട് സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരാളാണ് യശ്. അപ്പൊ ഫസ്റ്റ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അത് യശ് മോശമായത് കൊണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. മറ്റേയാള് ഗംഭീരമായിട്ട് പാടിയത് കൊണ്ടായിക്കൂടെ? അതെ, ടോപ്പ് 5 ആരും മോശമല്ല. ടോപ്പ് 5 ഉണ്ടല്ലോ. ഞങ്ങൾ സമ്മാനം ഇതൊക്കെ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ഷെഡ്യൂളും ടോപ്പ് 5 ഉണ്ടായ ആൾക്കാരാണ് ഇപ്പൊ ഇതുവരെ ഉള്ളത്. അതെ, പക്ഷേ ഗാനങ്ങൾ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ആരാണെന്നുള്ളതാണ് ഇപ്പൊ ആരും സർപ്രൈസ്. പറയട്ടെ, പറയൂ. അത് വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ ചക്കര ശിവനന്ദ. ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ് ശിവനന്ദനെ ഞങ്ങൾ കണ്ടത്. അതിനെ അങ്ങോട്ട് മുന്നോട്ടൊരു വിജയകരമായ പോക്കാവട്ടെ.
ഞാൻ പ്രതീക്ഷ ഉണ്ടായില്ല, ആ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും ടോപ്പ് 1-ലാണ് നിൽക്കുന്നേ. ഒത്തിരി സന്തോഷം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെ ശിവനന്ദയ്ക്കാണ്. മരുന്നുകളെയൊക്കെ ആശ്രയിച്ച് ജീവിച്ച ആ ശിവനന്ദ മരുന്നുകൾ ഉപേക്ഷിച്ചപ്പോഴത്തേക്ക് ഇതാ ഫസ്റ്റ് ആദ്യത്തെ സ്ഥാനത്തേക്ക് എത്തി. ഗോഡ് ബ്ലെസ് യു മോളെ. ശിവാനന്ദ എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നന്നായി പാടണമെന്നുണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞാ കഴിഞ്ഞ പെർഫോമൻസ് എല്ലാം നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നന്നായി പാടാ, ജഡ്ജ്മെന്റോ അല്ലെ മാർക്കോ ഒന്നും നോക്കാണ്ട് നമ്മുടെ ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവർക്ക് നല്ല രീതിക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്, ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഇത് മാറി മറിഞ്ഞേ എപ്പോഴും മാറി മറിഞ്ഞിട്ടേ ഉള്ളൂ. അതെ, യെസ്. അപ്പൊ എന്തായാലും ഈ 5 പേരുടെ മാർക്സ് വേണമെങ്കിൽ അതെ, യെസ്, ഒന്ന് പറയാം. നമുക്ക് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞാതെ പറയാം. ഓക്കെ. 5th പൊസിഷനിൽ അർച്ചന 80.2, 4th പൊസിഷനിൽ സ്നേഹ 80.6. പോയിന്റ് ഡിഫറൻസ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. അശ്വിൻ 82. ആ പോയിന്റ് ഒന്ന് മാറി. അതെ. സെക്കൻഡ് പൊസിഷനിൽ യശ് 82.8. ഇതാണ് ഏറ്റവും അടിപൊളി. ശിവനന്ദ 0.1-നാണ് ഓ, നമ്പർ 1 പൊസിഷൻ. 82.9, അതായത് 82.8, 82.9. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 1.1-ന്റെ വ്യത്യാസം മതി നമ്മുടെ കിസ്മത്ത് മാറാൻ. ശിവനന്ദയുടെ ഹാർഡ് വർക്കാണ് ശിവനന്ദ ഇവിടെ എത്തിച്ചത്. ഇതെല്ലാവർക്കും ഒരു ലെസൺ ആണ്. എസ്പെഷ്യലി ലാസ്റ്റ് പെർഫോമൻസ്. അങ്ങനെ ഈ 5 പേര് സേഫ്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് ടോപ്പ് 5.